ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ 2021 പുറത്തിറങ്ങിയ മിമി എന്ന സിനിമയാണ് കാണാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ജോൺ, സമ്മർ എന്നീ രണ്ട് വിദേശികളെ കാണിക്കുന്നു. അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അവർക്ക് ആരോഗ്യവതിയായ ഒരു പെൺകുട്ടിയെ വേണം, പക്ഷെ എവിടെയും കിട്ടുന്നില്ല. പണം ഒരു പ്രശ്നമല്ല, ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ അവരുടെ കാര്യം നടക്കും. ഇതെല്ലാം അവരുടെ ടാക്സി ഡ്രൈവറായ ഭാനു കേൾക്കുന്നുണ്ടായിരുന്നു. കാർ നിർത്തുമ്പോൾ ജോൺ മൊബൈലിൽ പെൺകുട്ടികളുടെ ഫോട്ടോകൾ നോക്കുന്നത് ഭാനു കാണുന്നു. അവൻ എന്തോ കാര്യത്തിന് പെൺകുട്ടികളെ വേണമെന്നാണ് ഭാനു കരുതുന്നത്. അതിനാൽ പെൺകുട്ടിയെ ശരിയാക്കി തരാം എന്ന് അവൻ ആംഗ്യം കാണിക്കുന്നു. അപ്പോൾ സമ്മർ വന്ന് അവനെ തിരുത്തുന്നു. അവർക്ക് പെൺകുട്ടിയെ വേണ്ടത് തങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകാനാണ്. ഭാനുവിനൊന്നും മനസ്സിലാകുന്നില്ല. പിന്നീട് കാറിൽ വെച്ച് അവർ വിശദീകരിക്കുന്നു. അവർക്ക് സ്വന്തമായി ഒരു കുഞ്ഞ് വേണം, പക്ഷെ സമ്മറിന് അമ്മയാകാൻ കഴിയില്ല. അതിനാൽ തങ്ങളുടെ കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ ഒരു പെൺകുട്ടിയെ വേണം. ഈ പ്രക്രിയയെ സെറോഗസി, അതായത് വാടക ഗർഭധാരണം എന്ന് പറയുന്നു. ഭാനുവിന് കാര്യം മനസ്സിലായി. അവൻ പറയുന്നു, എനിക്കും ഭാര്യയുണ്ട്, പക്ഷെ 12 വർഷമായി കുട്ടികളില്ല. ഞങ്ങളും ഇത് തന്നെ ചെയ്തോളാം. അപ്പോൾ അവർ പറയുന്നു, ഇതത്ര ചെലവ് കുറഞ്ഞ പ്രക്രിയയല്ല, ലക്ഷങ്ങൾ ചിലവാകും. ഇത് കേട്ട് ഭാനു പറഞ്ഞു, ഞങ്ങൾ പാവങ്ങളാണ്, അധ്വാനിച്ച് കുട്ടിയെ ഉണ്ടാക്കിക്കൊള്ളാം. നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ ശരിയാക്കി തരാം. പക്ഷെ അതിനെനിക്ക് കുറച്ച് പണം തരേണ്ടി വരും, കാരണം പണമില്ലാതെ ഈ പാവപ്പെട്ടവന് എന്ത് പ്രയോജനം? തുടർന്ന് ഭാനു അവരെ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഇവർ 14 കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുണ്ടെന്നും നിങ്ങളുടെ കാര്യവും നടക്കുമെന്നും പറയുന്നു. എന്നാൽ സമ്മർ പറയുന്നു, ഈ സ്ത്രീക്ക് ഒരുപാട് പ്രായമുണ്ട്, ഇത് ശരിയാവില്ല. ഞങ്ങൾക്ക് ആരോഗ്യവതിയായ ഒരു പെൺകുട്ടിയെയാണ് വേണ്ടത്, കാരണം ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കും. ഭാനുവിന് കാര്യം പൂർണ്ണമായി മനസ്സിലായി. അവൻ പറയുന്നു, ഇനി ഞാൻ ചുറുചുറുക്കുള്ള ആരോഗ്യവതിയായ ഒരു പെൺകുട്ടിയെ തന്നെ കണ്ടെത്തി തരാം. അടുത്തതായി ഭാനു അവരെ ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ മിമി എന്ന പെൺകുട്ടി നൃത്തം ചെയ്യുകയും ക്ഷമ എന്ന പെൺകുട്ടി പാട്ട് പാടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മിമിക്ക് എപ്പോഴും ഒരു പ്രശസ്ത നടിയാകണമെന്നായിരുന്നു ആഗ്രഹം. അതിനായി ജൂലി എന്നൊരാളുടെ സഹായത്തോടെ സിനിമയിൽ കയറിപ്പറ്റാൻ ശ്രമിക്കുകയായിരുന്നു അവൾ. എന്നാൽ ജൂലി പറഞ്ഞു, ആദ്യം നിന്റെ ഒരു ഫോട്ടോഷൂട്ട് നടത്തണം, അതിന് 5 ലക്ഷം രൂപയാകും. പിന്നെ ഒരു ഡാൻസ് സോങ് ചെയ്യണം, അതിന് 10 ലക്ഷം രൂപയാകും. അപ്പോൾ നിനക്ക് നല്ലൊരു ബ്രേക്ക് ലഭിക്കുകയും സിനിമയിൽ പ്രവേശിക്കാൻ എളുപ്പമാവുകയും ചെയ്യും. മിമിയുടെ സ്വപ്നങ്ങൾ വലുതായിരുന്നു, പക്ഷെ അത് നേടാൻ ആവശ്യമായ പണം അവളുടെ കയ്യിൽ ഒട്ടുമില്ലായിരുന്നു. ജോണും സമ്മറും ഭാനുവിനെ കണ്ടു പറയുന്നു, കുഞ്ഞിന് ജന്മം നൽകാൻ അവർക്കൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടെന്ന്. ഇന്നലെ നൃത്തം ചെയ്ത പെൺകുട്ടി ഈ കാര്യത്തിന് തികച്ചും അനുയോജ്യയാണെന്ന് സമ്മർ പറയുന്നു, കാരണം അവൾ വളരെ ആരോഗ്യവതിയാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ നന്നായിരുന്നു. ഭാനു പറയുന്നു, അങ്ങനെ ഒരു പെൺകുട്ടിയോ? അവളെ തന്നെ നിങ്ങൾക്ക് കിട്ടും, എല്ലാം എന്റെ തലയിലിട്ടോളൂ. അന്ന് രാത്രി മിമിയും ക്ഷമയും വീട്ടിലേക്ക് പോകുമ്പോൾ ഭാനു അവരുടെ മുന്നിൽ വരുന്നു. അവൻ പറയുന്നു, ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാം. രാത്രി ആയതുകൊണ്ട് ഓട്ടോയൊന്നും കിട്ടാത്തതിനാൽ അവർ അവന്റെ ടാക്സിയിൽ കയറാൻ സമ്മതിക്കുന്നു. ഭാനുവിന് മിമിയെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കണമായിരുന്നു. അവൻ കാറിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പാട്ടുകൾ വെക്കുന്നു. അവൻ പറയുന്നു, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം. എന്റെ കയ്യിലായിരുന്നെങ്കിൽ ഞാനും ഒരു കുഞ്ഞിനെ പ്രസവിച്ചേനെ. മിമി വീട്ടിലെത്തി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഭാനു അവളെ തടഞ്ഞു നിർത്തുന്നു. അവൻ മടിച്ചു പറയുന്നു, ആ വിദേശികൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. അവരുടെ കുഞ്ഞിന് നിങ്ങൾ ജന്മം നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടതും മിമി ഭാനുവിന്റെ കരണത്ത് ആഞ്ഞടിക്കുന്നു. അടുത്ത ദിവസം മിമിയുടെ മാതാപിതാക്കളെ കാണിക്കുന്നുണ്ട്. അച്ഛൻ ഒരു സംഗീതജ്ഞനാണ്, അമ്മ വീട്ടുജോലികൾ ചെയ്യുന്നു. മകളുടെ ഭാവിയെക്കുറിച്ച് അവർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അവൾക്കൊരു പ്രശസ്ത നടിയാകണമെന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു. മിമി അമ്പലത്തിൽ പോയി നടിയാകാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭാനു അവളുടെ പിന്നാലെ വരുന്നു. അവൻ പറയുന്നു, ഒന്ന് ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഭാനു അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അവരുടെ കുഞ്ഞിന് ജന്മം നൽകാൻ നിങ്ങൾ ജോണിനൊപ്പം ക്ഷയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലോകത്ത് പുതിയ സാങ്കേതിക വിദ്യയുണ്ട്. ലൈംഗിക ബന്ധമില്ലാതെ തന്നെ കുഞ്ഞിന് ജന്മം നൽകാം. ഇതിനെയാണ് സെറോഗസി എന്ന് പറയുന്നത്. മിമി ചോദിക്കുന്നു, അവരുടെ കുഞ്ഞിന് ഞാൻ എന്തിനു ജന്മം നൽകണം? എനിക്ക് നടിയാകണം. ഈ രാജ്യത്ത് എത്രയോ സ്ത്രീകളുണ്ട്, അവരോട് പോയി പ്രസവിക്കാൻ പറയൂ. മിമി പോകാൻ തുടങ്ങുമ്പോൾ ഭാനു പറയുന്നു, ഈ കാര്യത്തിനായി അവർ 20 ലക്ഷം രൂപ തരാൻ തയ്യാറാണ്. ആ പണം കൊണ്ട് നിനക്ക് മുംബൈയിൽ പോകാം, നിന്റെ നടിയാകാനുള്ള സ്വപ്നം പൂർത്തിയാക്കാം. ഇത്രയും വലിയ തുകയെക്കുറിച്ച് കേട്ടപ്പോൾ മിമിയുടെ തല കറങ്ങി. ഇത്രയും പണം കിട്ടിയാൽ തന്റെ എല്ലാ സ്വപ്നങ്ങളും സഫലമാക്കാമെന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങി. അവൾ ഈ കാര്യം തന്റെ സുഹൃത്തായ ക്ഷമയോട് പറയുന്നു. എന്നാൽ ക്ഷമ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മിമി അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, ഇത്രയും പണം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല. എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് പണം വേണം. അതുകൊണ്ട് നമുക്ക് അവരെ പോയി ഒന്ന് കാണാം.
ശരിയെന്ന് തോന്നിയാൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ക്ഷമ സമ്മതിക്കുന്നു. അവർ ജോണിനെയും സമ്മറിനെയും കാണുന്നു. മിമി ചോദിക്കുന്നു, നിങ്ങൾ പണം എങ്ങനെയാണ് തരുന്നത്? സമ്മർ പറയുന്നു, ഓരോ മാസവും ഞങ്ങൾ 50,000 രൂപ തരും. കുഞ്ഞിനെ കൈമാറുമ്പോൾ മുഴുവനായി ബാക്കി തുകയും തരും. പണത്തിനു വേണ്ടി മിമി അവരുടെ കുഞ്ഞിന് ജന്മം നൽകാൻ സമ്മതിക്കുന്നു. ഇനിയുള്ള ചോദ്യം മിമി ഗർഭിണിയാകുമ്പോൾ വീട്ടിൽ എന്തു പറയും എന്നതായിരുന്നു. ഭാനു പറയുന്നു, 9 മാസത്തേക്ക് എവിടെയെങ്കിലും മാറി താമസിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ക്ഷമ പറയുന്നു, നീ എന്റെ വീട്ടിലേക്ക് വന്നോളൂ. എന്റെ കൂടെ ഉപ്പ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു മൗലവിയാണ്. പള്ളിയിൽ നിന്ന് അധികം വീട്ടിലേക്ക് വരാറില്ല. മിമി ക്ഷമയുടെ വീട്ടിൽ താമസിക്കാൻ തീരുമാനിക്കുന്നു. അവർ മിമിയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നു. ഡോക്ടർ പറയുന്നുണ്ട്, ഗർഭകാലത്ത് നല്ല ഭക്ഷണം കഴിക്കുകയും സന്തോഷമായിരിക്കുകയും വേണം. എങ്കിലേ കുഞ്ഞ് ആരോഗ്യവാനായി ജനിക്കൂ. അതിനുശേഷം മിമിയും ദമ്പതികളും തമ്മിൽ കരാറിൽ ഒപ്പുവെക്കുന്നു. സറോഗസി പ്രക്രിയയും നടക്കുന്നു. കുറച്ചു സമയത്തിനു ശേഷം മിമി ഗർഭിണിയാകുന്നു. ഈ വാർത്ത കേട്ട് ജോണും സമ്മറും വളരെ സന്തോഷിക്കുന്നുണ്ട്. അവർ മിമിക്ക് ആദ്യത്തെ മാസത്തെ 50,000 രൂപ നൽകുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ അമേരിക്കയിലേക്ക് മടങ്ങുകയാണ്, കൂടുതൽ പണം സമ്പാദിക്കാൻ. നിന്നെ നോക്കാൻ ഭാനു ഇവിടെ ഉണ്ടാകും. ഭാനുവിനും പണം കിട്ടുന്നത് കൊണ്ട് അവൻ കൂടെ നിൽക്കാൻ സമ്മതിക്കുന്നു. മിമി വീട്ടിൽ പോയി മാതാപിതാക്കളോട് പറയുന്നു, അവൾക്കൊരു സിനിമയിൽ റോള് കിട്ടിയെന്നും അതിന്റെ ഷൂട്ടിംഗ് 9 മാസം നീണ്ടു നിൽക്കുമെന്നും അതിനാൽ അവിടെ തന്നെ താമസിക്കേണ്ടി വരുമെന്നും. മാതാപിതാക്കൾക്ക് സന്തോഷമായെങ്കിലും അവളെ അയക്കാൻ മടിക്കുന്നു. പക്ഷെ വലിയ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞ് അവൾ അവരെ സമ്മതിപ്പിക്കുന്നു. തുടർന്ന് മിമി ബുർഖ ധരിച്ചും ഭാനു ഒരു മുസ്ലിം വേഷം കിട്ടിയും ക്ഷമയോടൊപ്പം അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ചൊരാൾ ക്ഷമയെ തടഞ്ഞു നിർത്തി ഇവർ ആരാണെന്ന് ചോദിക്കുന്നു. ക്ഷമ പറയുന്നു, ഇവളുടെ പേര് ചാന്ദ്, എന്റെ സഹോദരന്റെ മരുമകളാണ്. ഇത് അവളുടെ ഭർത്താവ് നവാസുദ്ദീൻ. ഡോക്ടർ മിമിയോട് നടക്കാൻ പറഞ്ഞിരുന്നത് കൊണ്ട് രാവിലെ ക്ഷമയും മിമിയും നടക്കാൻ പോകുന്നു. അപ്പോൾ ക്ഷമയുടെ ഉപ്പ വീട്ടിലെത്തുന്നു. അദ്ദേഹം ഭാനുവിനെ കാണുന്നു. നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ തന്റെ പേര് നവാസുദ്ദീൻ എന്ന് പറയുന്നു. ക്ഷമ എവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഭാര്യ ഗർഭിണിയാണ്, അവളോടൊപ്പം നടക്കാൻ പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഭാനുവിന് പല കള്ളങ്ങളും പറയേണ്ടി വരുന്നു. സമയം മെല്ലെ കടന്നുപോയി. മിമിയുടെ വയറ്റിലെ കുഞ്ഞ് വളരാൻ തുടങ്ങി. ക്ഷമയും ഭാനുവും മിമിയെ നന്നായി നോക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് മാസങ്ങൾ കടന്നുപോയി. അവർ മിമിയെ ചെക്കപ്പിനായി ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ച് ജോണിനെയും സമ്മറിനെയും വീണ്ടും കാണുന്നു. ഡോക്ടർ ജോണിനോടും സമ്മറിനോടും പറയുന്നു, ഞങ്ങൾ മിമിയെ പരിശോധിച്ചപ്പോൾ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് മാനസിക വൈകല്യം ഉണ്ടെന്ന് കണ്ടെത്തി. ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. കുട്ടികൾ പൂർണ്ണ ആരോഗ്യത്തോടെ ജനിക്കില്ല. ഈ വാർത്ത കേട്ട ജോണും സമ്മറും ആകെ തകർന്നു പോകുന്നു. കാരണം അവർക്ക് വേണ്ടത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയായിരുന്നു. അവർ ഭാനുവിനെ കണ്ടു പറയുന്നു, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണ്ട, കാരണം കുഞ്ഞിന് ചില പ്രശ്നങ്ങളുണ്ട്. ഭാനു ദേഷ്യപ്പെടുന്നു. മിമി ആ കുഞ്ഞിനെ വെച്ച് എന്ത് ചെയ്യും? നിങ്ങളുടെ കുഞ്ഞാണ്, നിങ്ങൾ തന്നെ കൊണ്ടുപോകണം. സമ്മർ പറയുന്നു, ഞങ്ങൾക്ക് വൈകല്യമുള്ള ഒരു കുഞ്ഞിനെ വളർത്താൻ കഴിയില്ല. അവളോട് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പറയൂ. ഭാനു മിമിയുടെ അടുത്ത് വന്ന് ഈ ദുഃഖവാർത്ത അറിയിക്കുന്നു. ഇത് കേട്ട് മിമി തകർന്നു പോകുന്നു. അവൾ അതേ അവസ്ഥയിൽ അവരെ കാണാനായി ഹോട്ടലിലേക്ക് ഓടുന്നു. അപ്പോഴാണ് നാട്ടുകാർ അവളെ ഗർഭിണിയായി കാണുന്നത്. അവൾ ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും അവർ അവിടെ നിന്ന് പോയിരുന്നു. മിമി നിസ്സഹായിയായി അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. രംഗം അവളുടെ വീട്ടിലേക്ക് മാറുന്നു. അവൾ ഗർഭിണിയാണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. പക്ഷെ എങ്ങനെ, എന്തുകൊണ്ട് എന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു. അവൾ ആരുടെയെങ്കിലും കൂടെ കിടന്നത് കൊണ്ടാണോ ഗർഭിണിയായതെന്ന് മാതാപിതാക്കൾ കരുതി. അവർ ആളുടെ പേര് ചോദിക്കാൻ തുടങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ മിമി എല്ലാ കുറ്റവും ഭാനുവിന്റെ മേൽ ചാർത്തുന്നു. ഇവനാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറയുന്നു. എല്ലാവരും ഭാനുവിനെ ചീത്ത പറയാൻ തുടങ്ങി. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഇനി സംഭവിച്ചത് സംഭവിച്ചു, വരാനിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. മിമിക്ക് കുഞ്ഞുണ്ടാകാൻ പോവുകയാണ്. ഈ സമയത്ത് അവളെ നന്നായി നോക്കുന്നതാണ് ശരി. ഭാനു മിമിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് എന്നെ ഇതിൽപ്പെടുത്തിയത്? എനിക്ക് ഡൽഹിയിൽ ഭാര്യയുണ്ട്. മിമി അവനോട് ദേഷ്യപ്പെടുന്നു, ഞാനല്ല, നീയാണ് എന്നെ ചതിച്ചത്. ഞാൻ പണത്തിനു വേണ്ടി ഈ സാഹസത്തിന് മുതിരാതിരുന്നെങ്കിൽ, നിന്റെ വാക്കുകൾ കേൾക്കാതിരുന്നെങ്കിൽ ഇന്ന് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. മിമിയുടെ ജീവിതം അവസാനിച്ചതുപോലെയായി. അവളുടെ സ്വപ്നങ്ങളും തകർന്നു. മാതാപിതാക്കൾ കുഞ്ഞിനെ അംഗീകരിച്ചതുകൊണ്ട് അവൾക്ക് ഗർഭചിത്രം നടത്താനും കഴിയില്ലായിരുന്നു. ഒരു ദിവസം മിമി ഭാനുവിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഓടിപ്പോയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ പിന്നാലെ വരില്ലായിരുന്നു. ഇനി വന്നാൽ തന്നെ കുഞ്ഞ് നിങ്ങളുടേതല്ലെന്ന് പറയാമായിരുന്നു. പിന്നെന്തിനു നിങ്ങൾ എന്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കുന്നു? അതിന് ഭാനു മറുപടി പറഞ്ഞു, ഞാനൊരു ഡ്രൈവറാണ്. യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാതെ ഞാൻ അവരെ പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല. വഴി മോശമാണെന്ന് കരുതി നമ്മൾ വേണ്ടപ്പെട്ടവരെ ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ. അതേ രാത്രി മിമിക്ക് പ്രസവ വേദന തുടങ്ങി. മാതാപിതാക്കൾ അവളെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവളുടെ പ്രസവം നടക്കുന്നു. കഠിനമായ വേദനയ്ക്ക് ശേഷം ഒടുവിൽ കുഞ്ഞ് ജനിക്കുന്നു.
ഡോക്ടർ പുറത്തു വന്നപ്പോൾ ക്ഷമ ചോദിക്കുന്നു. കുഞ്ഞിന് വല്ല പ്രശ്നവുമുണ്ടോ? ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഒരു പ്രശ്നവുമില്ല. കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണ്. ചിലപ്പോൾ റിപ്പോർട്ടുകൾ തെറ്റാറുണ്ട്. കുഞ്ഞ് ജനിച്ചതിൽ എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം കുഞ്ഞ് നല്ല വെളുത്ത നിറത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ അവൻ ഭാനുവിന്റെയല്ല, ജോണിന്റെ കുഞ്ഞായിരുന്നു. ഒരു പെൺകുട്ടിക്ക് വെളുത്ത കുഞ്ഞ് ജനിച്ച വാർത്ത നാടാകെ പരന്നു. എല്ലാവരും ആ കുഞ്ഞിനെ കാണാൻ അവളുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടി. പ്രസവശേഷം എങ്ങനെയുണ്ടെന്ന് ക്ഷമ ചോദിച്ചപ്പോൾ മിമി പറഞ്ഞു, വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം. ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല. ക്ഷമ പറഞ്ഞു, നമ്മൾ ചിന്തിക്കുന്നതല്ല ജീവിതം, നമുക്ക് സംഭവിക്കുന്നതാണ് ജീവിതം. അതുകൊണ്ട് സംഭവിക്കുന്നതിനൊപ്പം നീ മുന്നോട്ടു പോകണം. ഭാനുവിനോട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് ഇത്ര വെളുത്ത് കുഞ്ഞു ജനിച്ചതെന്ന്. അപ്പോൾ അവൻ പല പൊടിക്കൈകളും പറയാൻ തുടങ്ങി. അതിനിടയിൽ ഭാനുവിന് ഭാര്യയുടെ കോൾ വരുന്നു. അവൻ മാസങ്ങളായി വീട്ടിൽ വരാത്തതിനെ കുറിച്ച് അവൾ പരാതിപ്പെടുന്നു. ഭാനുവിന്റെ അമ്മയും അവനെ വീട്ടിലേക്ക് വിളിക്കുന്നു. എന്നാൽ ഭാനു ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഭാനുവിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അവന്റെ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നു. അടുത്ത രംഗത്തിൽ ഭാനുവിന്റെ ഭാര്യയും അമ്മയും അവൻ താമസിക്കുന്ന നഗരത്തിലെത്തുന്നു. അവർ അവന്റെ വിലാസം ചോദിച്ചറിയുന്നു. ഒരു പയ്യൻ പറയുന്നു, ആ ആള് വലിയ സംഭവമാണ്, മിമിയുടെ ഭർത്താവാണ്, നല്ല വെളുത്ത കുഞ്ഞിനാണ് ജന്മം നൽകിയത്. ഇത് കേട്ടതും അവന്റെ ഭാര്യ അവന്റെ കരണത്തടിക്കുന്നു. അവർ മിമിയുടെ വീട്ടിലെത്തി മിമിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഭാനുവിനെ കണ്ടപ്പോൾ അവനെ പിടിച്ച് തല്ലാനും തുടങ്ങി. എല്ലാവരും ഭാനുവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഒടുവിൽ മിമി വാ തുറക്കുന്നു. അവൾ പറയുന്നു, ഈ കുഞ്ഞ് ഭാനുവിന്റേതല്ല, ഞാൻ ഇവനെ വിവാഹം കഴിച്ചിട്ടുമില്ല. അവൾ നടന്നതെല്ലാം എല്ലാവരോടും പറയുന്നു. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി. മിമിയുടെ അമ്മ പറയുന്നു, കുഞ്ഞിന് ജന്മം നൽകിയത് നീയാണ്, അപ്പോൾ കുഞ്ഞിന്റെ അമ്മയും നീ തന്നെയാണ്. എല്ലാവരും ആ കുഞ്ഞിനെ അംഗീകരിക്കുന്നു. അവരെല്ലാം കുഞ്ഞിനൊപ്പം സന്തോഷത്തോടെ കഴിയുന്നു. കുഞ്ഞ് പതിയെ വളർന്നു. മിമി തന്റെ കുഞ്ഞിനെയും കൊണ്ട് ഡാൻസ് പ്രോഗ്രാമുകൾ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ജോണും സമ്മറും തിരികെ വരുന്നു. അവരെ കണ്ടതും മിമിക്ക് ദേഷ്യം വരുന്നു. അന്ന് പെട്ടെന്ന് ഓടിപ്പോയതിന് അവൾ അവരെ ഒരുപാട് ചീത്ത പറയുന്നു. സമ്മർ പറയുന്നു, അതിനുശേഷം ഞങ്ങൾ മാനസികമായി തകർന്നിരുന്നു. പിന്നെ ഞങ്ങൾ കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഒരു ദിവസം ഫേസ്ബുക്കിൽ നിന്നെയും ഒരു വെളുത്ത കുഞ്ഞിനെയും ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്ന വീഡിയോ കണ്ടു. അപ്പോഴാണ് അത് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് മനസ്സിലായത്. മിമി പറയുന്നു, അവൻ നിങ്ങളുടെ കുഞ്ഞല്ല, എന്റെ കുഞ്ഞാണ്. 4 വർഷത്തിന് ശേഷം എന്റെ കുഞ്ഞിനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരില്ല. മിണ്ടാതെ ഇവിടെ നിന്ന് പോയിക്കോളൂ. അടുത്ത ദിവസം ഭാനു മിമിയോട് പറയുന്നു, അവർക്ക് എങ്ങനെ ധൈര്യം വന്നു ഇപ്പോൾ വന്ന് കുഞ്ഞിന് ചോദിക്കാൻ? രാജൻ ഞങ്ങളുടെ എല്ലാം ഓമനയാണ്. ഞങ്ങൾ എല്ലാവരും അവന് സ്നേഹം നൽകിയിട്ടുണ്ട്. അങ്ങനെയൊന്നും അവനെ വിട്ടുകൊടുക്കില്ല. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോണും സമ്മറും വീണ്ടും വരുന്നു. അവർ രാജിന് കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നിരുന്നു. രാജ് അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. ജോൺ പറയുന്നു, ഞങ്ങൾ പോയതിനു ശേഷം സമ്മർ ഡിപ്രഷനിലായിരുന്നു. അവൾ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. 4 വർഷത്തിനു ശേഷം ഞാൻ ഇപ്പോൾ അവളെ ഇത്ര സന്തോഷത്തോടെ കാണുകയാണ്. ഈ സന്തോഷം ഞാൻ അവളിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കുഞ്ഞിനെ എനിക്ക് തരണം, അല്ലെങ്കിൽ എനിക്ക് കോടതിയെ സമീപിക്കേണ്ടി വരും. അവർ പോകാൻ തുടങ്ങുമ്പോൾ ഭാനു പറയുന്നു, മിമിയിൽ നിന്ന് അവളുടെ കുഞ്ഞിനെ തട്ടിയെടുക്കരുത്. അവനു വേണ്ടി അവൾ എല്ലാം ത്യജിച്ചു. അവൾക്ക് നടിയാകണമെന്നായിരുന്നു. പക്ഷെ അവനെ വളർത്താൻ വേണ്ടി അവൾ തന്റെ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ചു. നിങ്ങൾ 4 വർഷത്തിന് ശേഷം വന്ന് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. മിമി ഒറ്റയ്ക്കാണെന്ന് കരുതരുത്. ഞങ്ങൾ എല്ലാവരും അവളോടൊപ്പമുണ്ട്. ഏത് കോടതിയിൽ പോകണമെങ്കിലും ഞങ്ങൾ പോകും. പക്ഷെ കുഞ്ഞിനെ വിട്ടുതരില്ല. മിമിയുടെ മനസ്സിൽ പതിയെ ഒരു ചിന്ത വരുന്നു. ഒരു പക്ഷെ കുഞ്ഞ് അവന്റെ യഥാർത്ഥ മാതാപിതാക്കളുടെ കൂടെയായിരിക്കും കൂടുതൽ സന്തോഷവാനായിരിക്കുക. അതേസമയം സമ്മറും ചിന്തിക്കുന്നു, രാജ് മിമിയോടൊപ്പം സന്തോഷവാനായിരിക്കും. കാരണം അവളാണ് അവനെ വളർത്തിയത്. ഒടുവിൽ മിമി കുഞ്ഞിനെ അവർക്ക് നൽകാൻ തീരുമാനിക്കുന്നു. അവൾ പറയുന്നു, ഞാൻ എന്ത് ചെയ്താലും അവൻ എപ്പോഴും അവരുടെ കുഞ്ഞായിരിക്കും. നമ്മൾ കേസ് വാദിച്ചാലും അവൻ അവരുടേതാണെന്ന് അവർ തെളിയിക്കും. അങ്ങനെ നിർബന്ധിച്ച് വെക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതിനിടയിൽ രാജ് വേദനിക്കുന്നത് എനിക്ക് കാണണ്ട. അതുകൊണ്ട് ഞാൻ അവനെ അവർക്ക് തന്നെ നൽകാം. ആരും ഈ തീരുമാനത്തോട് യോജിക്കുന്നില്ല. പക്ഷെ മിമിയുടെ വാക്കുകൾ അവർക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. എല്ലാവരും ഹൃദയത്തിൽ ഒരു കല്ല് വെച്ച് കുഞ്ഞിന് ജോണിനും സമ്മറിനും നൽകാനായി പോകുന്നു. സമ്മർ മിമിയോട് പറയുന്നു, ഞങ്ങൾക്ക് രാജിനെ വേണ്ട. അവനെ വളർത്തിയത് നീയാണ്. ഞാൻ അവനെ കൊണ്ടുപോയാൽ അവൻ നീ ഇല്ലാതെ അവിടെ ജീവിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കുഞ്ഞ് നിന്റേതാണ്, എപ്പോഴും നിന്റേതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ജോണിന്റെ മടിയിൽ ഒരു ചെറിയ പെൺകുഞ്ഞിനെ കാണുന്നു. സമ്മർ പറയുന്നു, ഒരു ദിവസം ഞങ്ങൾ അനാഥാലയത്തിന് മുന്നിലൂടെ പോകുമ്പോൾ ഈ കുഞ്ഞ് ഗേറ്റിനരികിൽ കരയുന്നത് കണ്ടു. ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് ഞങ്ങൾ അവളെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ അവൾക്ക് താര എന്ന് പേരിട്ടു. രാജ് മിമിയുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന വാർത്ത കേട്ട് എല്ലാവരും സന്തോഷിക്കുന്നു. ജോണും സമ്മറും ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നത് കൊണ്ട് അവരും മാതാപിതാക്കളായി. അങ്ങനെ എല്ലാവർക്കും സന്തോഷം ലഭിക്കുന്നു. ഇതോടെ സിനിമ അവസാനിക്കുന്നു.
അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.